നമ്മൾ പഠിച്ച വിദ്യാലയത്തെക്കുറിച്ച് ഏതൊരാൾക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ ഉണ്ടാകും. അത് ആദ്യാക്ഷരം കുറിച്ച പ്രൈമറി വിദ്യാലയത്തെക്കുറിച്ചാകുമ്പോൾ ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞു പോയതാവും. ചാത്തന്നൂർ GLP സ്കൂളും ഈ പരിസര പ്രദേശങ്ങളിലെ അനവധി പേരുടെ വിവിധ തുറകളിലെ ഉയർച്ചകൾക്ക് അടിത്തറയായിട്ടുണ്ട്. ചാത്തന്നൂർ സ്കൂളിന് വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. 1906 മതുപ്പുള്ളി പിഷാരത്തെ ഗോവിന്ദ പിഷാരടി തുടങ്ങിയവർ മുൻകൈയെടുത്ത് മതുപ്പുള്ളിയിൽ ഒരു പള്ളിയാലിൽ ഓലപ്പുര കെട്ടി തുടക്കമിട്ട പാഠശാലയാണ് ഇന്നത്തെ സ്കൂൾ. പള്ളിക്കൂടത്തിലെ ആദ്യ വാദ്യാരും മതുപ്പുള്ളി പിഷാരത്തെ കൃഷ്ണ പിഷാരടിയായിരുന്നു. 1922 വരെ മതുപ്പുള്ളിയിൽ പ്രവർത്തിച്ച എഴുത്തു പള്ളിക്കൂടം 1923 ചാത്തന്നൂർ പടിഞ്ഞാറേമഠം കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്തേക്ക് മാറ്റുകയും ESLC വരെയുള്ള വിദ്യാകേന്ദ്രമായി മാറുകയും ചെയ്തു. 1961 LP വിഭാഗത്തെ മാത്രമായി ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ESLC ഏകദേശം 1 വർഷത്തോളം ഇവിടെ നിലനിന്നിരുന്നു. ചാത്തന്നൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും നാഴികക്കല്ലായി മാറിയ ഈ വിദ്യാലയത്തിൽ അകലങ്ങളിൽ നിന്ന് യാത്രാ സൗകര്യം കുറവായ കാലത്ത് പുരോഗമനത്തിന്റെ വെളിച്ചം വീശാത്ത നമ്മുടെ ഗ്രാമങ്ങളിൽ താമസിച്ച് ക്ലാസ് എടുത്തിരുന്ന ആദ്യകാല ഗുരുക്കന്മാരും അവർക്ക് താമസവും ഭക്ഷണവും ഒരുക്കി നൽകിയ നല്ലവരായ ദേശവാസികളും സ്കൂളിന് സ്ഥലം വിട്ടു നൽകിയ തറവാട്ടുകാരും എന്നും ഓർക്കപ്പെടേണ്ടതാണ്. ഓരോ വിദ്യാലയവും അവിടെ പഠിച്ച വിദ്യാർത്ഥികളിലൂടെ ദേശീയ അന്തർദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ പ്രശസ്തരായി തീർന്ന വിദ്യാർത്ഥികളിലൂടെ നമ്മുടെ സ്കൂളും ലോകത്തോളം വളർന്നിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരു കാര്യപരിപാടികളെ പറ്റിയിട്ടും ഈ സ്കൂൾ കഴിഞ്ഞു വന്ന കാലഘട്ടത്തെ പറ്റിയിട്ടും ഒരു പരിചയം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒന്നുകൂടി എല്ലാവരും ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഇൻട്രൊഡക്ടറി പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. 1906 ഒരു എഴുത്ത് പള്ളിക്കൂടമായിട്ട് കല്ലിപ്പറമ്പ് എളാട്ടുളപ്പി കല്ലിപ്പറമ്പുകാർ മതുപ്പുള്ളിയിൽ വിട്ടുകൊടുത്ത സ്ഥലത്ത് മതുപ്പുള്ളി ഷാരത്തെ ഗോവിന്ദ പിഷാരടി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് അഭ്യുദയകാംക്ഷികൾ ഉന്നമനം ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു എഴുത്ത് പള്ളിക്കൂടം ഒരു ഓലപ്പുരയിൽ. അത് പിന്നെ കാലങ്ങൾക്ക് ശേഷം 2 പതിറ്റാണ്ടിന് ശേഷം ഇങ്ങോട്ട് ചാത്തന്നൂർക്ക് പടിഞ്ഞാറേമഠം കുടുംബം കൈവശം വെച്ചിരുന്ന സ്ഥലം വിട്ടുകൊടുത്ത് അവിടെ ഇന്ന് കാണുന്ന LP സ്കൂളായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായത്. അത് ഇതേ സ്കൂളിൽ തന്നെ ആദ്യം ഈ ഓടിട്ട കെട്ടിടമൊന്നും ആയിരുന്നില്ല, എന്താ പറയുക, ഓലപ്പുര കെട്ടിയിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ ഓഡിറ്റോറിയം നിൽക്കുന്ന സ്ഥലത്ത് പണ്ടൊരു ഓലപ്പുരയായിരുന്നു. ഇന്നലെ കല്ലിപ്പറമ്പിൽ ഈ കല്ലിപ്പറമ്പുകാരാണ് ഈ സ്കൂൾ ഉണ്ടാവാൻ നിമിത്തം അവരാണ് സ്കൂളിന് സ്ഥലം അവിടെ മതുപ്പുള്ളിയിൽ വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞു. അതിന് നേതൃത്വം വഹിച്ച് മതുപ്പുള്ളി പിഷാരത്ത് കുടുംബങ്ങളാണ് ഫർദർ പിന്നീടുള്ള പുരോഗമനത്തിന് ചുക്കാൻ പിടിച്ചത് പടിഞ്ഞാറേമഠം കുടുംബാംഗങ്ങളും ചാത്തന്നൂർ ദേശനിവാസികളും ആണ്. ഇതിൽ ചാത്തന്നൂരിലുള്ള കക്കാട്ട് മനയുടെ ചില ഇൻവോൾവ്മെൻറ്റും നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സ്ഥലത്ത് തന്നെയാണ് കല്ലിപ്പറമ്പിലെ കുടുംബാംഗങ്ങളുടെ പഴയ കുടുംബാംഗങ്ങളൊക്കെ ഈ ഓലപ്പുര കെട്ടിയിട്ടുള്ള ഷെഡിലാണ് പഠിച്ചിരിക്കുന്നത്. മഠത്തിലെ കല്ലിപ്പറമ്പിലെ പിന്നെ അതുപോലെ തന്നെ എളാട്ടുകുളത്തിലെ അങ്ങനെ പല കുടുംബാംഗങ്ങളും ഇവിടെ ഈ ഓലപ്പുരയിലാണ്. അതിനുശേഷം ഇന്ന് കാണുന്ന ഈ L ഷേപ്പിൽ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന L ഷേപ്പിൽ കാണുന്ന ബിൽഡിങ്ങാണ് ഏറ്റവും ആദ്യമായിട്ടൊരു ഓടിട്ട കെട്ടിടമായിട്ട് വന്നത്. ആ കെട്ടിടത്തിന് തറക്കല്ല് മൂലക്കല്ലിട്ട പത്മനാഭനാശാരിയുടെ അച്ഛൻ ചാത്തന്നൂരിലുള്ള ആളെന്നെയായിരുന്നു. ഈ പത്മനാഭനാശാരി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അന്ന് 9 വയസ്സോ 10 വയസ്സോ മറ്റോ ആയിരുന്നു അച്ഛൻ്റെ കൂടെ വിടുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, 98 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം നമ്മുടെ സംഗമത്തിന് പൂർണ്ണമായിട്ടും പങ്കാളിയാവും. കാലത്തോട്ട് വൈകുന്നേരം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ കഴിഞ്ഞ കാലഘട്ടം അത്ര സുഖമേറിയ ഒരു കാലഘട്ടമായിരുന്നില്ല. കാരണം അധകൃതരെന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ജനങ്ങൾക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അക്ഷരം നേടുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കായിരുന്നു. ഒരു വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു. അവരതിൽ നിന്ന് അവഗണിക്കപ്പെട്ടൊരു വർഗത്തിനെ അങ്ങനൊരു കൂട്ടരേനെ അക്ഷരത്തിലേക്ക് അടുപ്പിക്കാൻ പഴയ കാലത്തുള്ള നേരത്തെ പറഞ്ഞ വ്യക്തികൾ എടുത്ത പങ്ക് ശ്ലാഘനീയമാണ്. അത് അനുസ്മരിക്കപ്പെടേണ്ടതാണ്. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ
ചെരുപ്പോ യൂണിഫോമോ ഷർട്ടോ ബാഗോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ പാടത്ത് കൂടി റോഡ് പോലുമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഒരു പുരോഗമനവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തോർത്തുമുണ്ട് കൊടുത്തിട്ട് പെൺകുട്ടികളടക്കം 6ാം ക്ലാസ് വരെയും 5ാം ക്ലാസ് വരെയും പഠിക്കാൻ ഇവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. അത് ഇതിൽ തന്നെ ഒരു പല്ലിയിരിക്കൽ ലക്ഷ്മിയമ്മ എന്ന് പറഞ്ഞാൽ അവരായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ 91 വയസ്സുകാരിയായിട്ടുള്ള പല്ലിയിരിക്കൽ ലക്ഷ്മിയമ്മ എന്നുള്ളവരായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമ്മുടെ GLPS സ്കൂൾ പേജിൽ നമ്മളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു പഴയ കാലഘട്ടത്തെ അനാവരണം ചെയ്യപ്പെടുക, അതൊരു അനാവരണം ചെയ്യപ്പെടണം, ഇന്ന് സുഖമായി ജീവിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ അത് അനാവൃതമാകപ്പെടണം എന്നുള്ളൊരു നിർബന്ധം കൂടി ഈ സംഗമത്തിന് പിന്നിലും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനും പുറകിലുണ്ട്. അപ്പോൾ അത് കൂടി ഈ വരുന്ന തലമുറേനെ മനസ്സിലാക്കുക, എത്രത്തോളം നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഈ 1906 തൊട്ടിട്ട് 2024 വരെയുള്ള 118 വർഷ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ഓരോരുത്തരുടെയും ഓർമ്മകൾ ശേഖരിച്ച് അത് ഒരു കുറിപ്പാക്കി, ഓർമ്മക്കുറിപ്പ് ഓർമ്മക്കുറിപ്പുകൾ ശേഖരിച്ചിട്ട് നമ്മളൊരു പുസ്തക രൂപേണ ഒരു സ്മരണിക പ്രകാശനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ആ സ്മരണിക ഇപ്പോൾ ഏതായാലും നവംബർ 9 ബൃഹത് സംഗമത്തിൽ അത് പ്രായോഗികമല്ലാതെ വളരെ അടുത്ത് കഴിഞ്ഞു. കാരണം അത് എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സംഗമത്തിൽ പ്രകാശനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാർച്ച് 30 മാർച്ച് അവസാനം ചാത്തന്നൂർ LP സ്കൂൾ നടത്തുന്ന വാർഷികത്തിൽ ആ സ്മരണിക പ്രകാശനം ചെയ്യപ്പെടും. ഇനി വരുന്നതെന്താ വെച്ചാൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഇത് അലുമിനി അസോസിയേഷൻ അതുപോലെ തന്നെ ആ ശീർഷകത്തോടു കൂടിയിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യും. അത് ഇവിടുത്തെ ടീച്ചേഴ്സും പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായിട്ട് കൂടിച്ചേർന്ന് ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഏതൊരു പൂർവ്വ വിദ്യാർത്ഥിക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് കൂടി ഒരു മാർഗനിർദ്ദേശമായിട്ട് അവിടെ നിലനിൽക്കും. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഭാവിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടിയും ആരായാനുള്ള ഒരു മാർഗമായിട്ട്, ഒരു ഉപാധിയായിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാറും. പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സംഗമത്തിന് കാലത്ത് 9:30 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി തുടങ്ങുന്ന ഈ സംഗമം ഒരു 10 മണിയോടുകൂടി അനൗപചാരികമായിട്ട് തന്നെ ഒരു 3 മണി വരെ നീളുന്ന ഒരു ഇടപെടൽ സദസ്സായിട്ട് മാറും. പരസ്പരം ആൾക്കാർ ഇടപെടുന്നു. അതിനിടയിൽ ഉച്ചഭക്ഷണമുണ്ട്, കാലത്ത് പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്. ഇതൊക്കെ അതിൻ്റെ പലരും പരസ്പരം കണ്ടുമുട്ടാനും ഓർമ്മ പുതുക്കാനായിട്ട് അത് അത്രയും സമയം വിനിയോഗിക്കും. ഓർമ്മകളുടെ ഭാണ്ഡം കെട്ടഴിക്കാമെന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞ് ഒരു 3-3:15 കൂടിയിട്ട് ഇവിടെയുള്ള സംഗമത്തിൽ എത്തിച്ചേർന്ന ആൾക്കാർ കറുകപുത്തൂർ സെൻറ്ററിലേക്ക് പോകും. കറുകപുത്തൂർ സെൻറ്ററിലേക്ക് പോയി അവിടെ നിന്ന് ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന പൂർവ്വ അധ്യാപകരെയും തുറന്ന വാഹനത്തിൽ വാദ്യഘോഷ അകമ്പടികളോട് കൂടിയിട്ട് നാടൻ ദൃശ്യ കലാരൂപങ്ങളുടെ ഒപ്പം കുട്ടികളുടെ അക്ഷര ജാഥയോടൊപ്പം നമ്മൾ ഒരു 1.5-2 മണിക്കൂർ നീളുന്ന ഒരു പ്രൊസഷൻ, ഒരു ഘോഷയാത്രയായിട്ട് നമ്മുടെ സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിക്കും. ഇവിടെ എത്തിയ ശേഷം ഒരു സാംസ്കാരിക സമ്മേളനം ഈ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഭദ്രദീപം കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പൂർവ്വ അധ്യാപകരെ, ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത മൺമറഞ്ഞ പൂർവ്വ അധ്യാപകരെ നമ്മൾ അവരുടെ പ്രിയപ്പെട്ട ശിഷ്യർ, അവരൊക്കെ ആരൊക്കെ പഠിപ്പിച്ചവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ അവരാൽ അവരനുസ്മരിക്കപ്പെടും. അതിനുശേഷം പൂർവ്വ അധ്യാപകരെ നമ്മൾ ആദരിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മളോടൊപ്പമുള്ള പൂർവ്വ അധ്യാപകരെ നമ്മൾ ആദരിക്കും. അതിനുശേഷം നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളെ, സമൂഹത്തിൽ മികവ് തെളിയിച്ച ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കും. വ്യത്യസ്ത മേഖലകളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കും. ഇതിനുശേഷം കൂടുതൽ കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും മറുമൊഴിയിലേക്കൊക്കെ കുറച്ച് നേരം നീങ്ങും. ഒരു 7:30 കൂടിയിട്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം ഒരു 7:30-7:45 കൂടിയിട്ട് വൈൻഡപ്പ് ആവും. അതിനുശേഷം ഒരു കലാവിരുന്നുണ്ടാവും. ഇതാണ് ഇപ്പോൾ ഇനി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് ഇത്രയും നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകാനും നടത്താനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സുമാർ ഒരു 10 ലക്ഷത്തോളം രൂപ വരും. ഈ 10 ലക്ഷത്തോളം രൂപയിൽ എത്ര കുറഞ്ഞ ചിലവാകുന്നതിൽ ബാക്കി വരുന്ന സംഖ്യ ഒരു യോഗം ചേർന്ന് സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാനാവുമെന്ന് തീരുമാനിച്ച് ആ തീരുമാനം ആ സ്കൂളിന് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കും. പൈസയായിട്ട് കൊടുക്കാതല്ല ഉദ്ദേശിക്കുന്നത്. അത് ഒരു പൗരസമിതി പോലെ ഈ നമ്മുടെ യോഗത്തിലുള്ള ഒരു 10-20 ആൾക്കാർ കൂടിയിട്ടുള്ളൊരു സമിതി എന്ത് ചെയ്യണം തീരുമാനിച്ച് 1 ലക്ഷമായാലും 2 ലക്ഷമായാലും 3 ലക്ഷമായാലും ആ സമിതി കൂടിയിട്ട് ആ സ്കൂളിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക പ്രായോഗികമായുള്ള നമ്മളവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ച് നൽകും.
അതൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പൂർണ്ണമായിട്ട് സാന്നിധ്യവും സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞങ്ങൾ 5-6 പേര് ഈ ഒരു സംഗമം നടത്താനുള്ള നിമിത്തം മാത്രമാണ്. നിങ്ങൾ എവിടേക്കോ ഉള്ളവരാണ്. അപ്പോൾ ഞങ്ങളത് നടത്തുന്നു, ഞങ്ങൾ നിമിത്തം മാത്രമാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, സഹകരണം, സംഭാവന എല്ലാം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.